നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കാണ് ഭാമേ. ഇതിനെല്ലാം പിന്നിൽ ശാരദാമ്മ. അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. ശ്യാമയ്ക്കും ഉണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം, അതൊന്ന് കണ്ടു നോക്ക്. വൃത്തികെട്ടവളെ, എന്താണ് ഇത്? കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? ആരാ പകർത്തിയതെന്നും ആരാ അയച്ചു കൊടുത്തതെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഫോട്ടോകളെന്ന് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് നിന്റെ മകളുടെ കയ്യില്? എടി, സരളയുടെ ജീവിതത്തിൽ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല. ഒക്കെ നീ കാരണമാ. ഓ, അമ്മയൊന്ന് നിർത്തോ? ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്താ സംഭവിച്ചെന്ന്. ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം. അയ്യോ, അതെവിടെ പോയി? അയ്യോ, അത് പോയോ? അതെങ്ങനെ സംഭവിക്കും? ഹലോ, എന്തായടി? അമ്മേ, ആ ഫോട്ടോസും വീഡിയോസും കാണുന്നില്ല. നിന്റെ മൊബൈലിൽ നിന്ന് എന്റെ മൊബൈലിലേക്ക് ആ ഹോട്ടലിലെ ഫോട്ടോസ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തു. അപ്പോ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നീ അറിയാതെ നിന്റെ ഫോൺ ആരോ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു. ആര്? എന്താ മാഡം? ബില്ലെടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം മാഡം. My food. അവൾക്ക് ഭ്രാന്താവും വിഷ്ണുട്ടാ. ഇനി എങ്ങോട്ട് നമ്മൾ അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവാ. എലിയും പൂച്ചയും കളിയല്ലായിരുന്നോ ഇതുവരെ? ഇത്രയും നാൾ അവള് പൂച്ചയായി അവള് നമ്മളെ തട്ടിക്കളിച്ചെങ്കിൽ ഇനി കളിയൊന്ന് മാറട്ടെ. എലിയുടെ പ്രാണവേദന എന്താന്ന് അവളും കൂടി ഒന്ന് അറിയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനുഷ്യന് മാറാനും മറക്കാനും അധിക സമയമൊന്നും വേണ്ട. ഇനി നീ കരുതുന്ന പോലെ അവൻ വേറെ എവിടെയെങ്കിലും ആണ് പോയതെങ്കിൽ നിന്നെ ഒന്ന് വിളിച്ചു പറയാലോ. അല്ലെങ്കിൽ ആരോടെങ്കിലും പറയില്ലേ? ഇപ്പൊ തന്നെ അവരുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നീയുമായിട്ടൊരു സ്വസ്ഥ ജീവിതം ജീവിക്കാൻ പറ്റൂ അവന്? എല്ലാം അറിയാവുന്ന അവന്റെ വീട്ടിലോ ഈ വീട്ടിലോ അതിന് സമ്മതിക്കോ? എത്ര വലിയ പ്രേമോന്നൊക്കെ പറഞ്ഞാലും ഒരു തെറ്റിദ്ധാരണയിലോ തെറ്റായി എടുത്ത തീരുമാനത്തിലോ തീരാവുന്നതേ ഉള്ളൂ.
സന്ദീപും അനഘയും ഇപ്പൊ ഇങ്ങനെ ചെയ്തെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അവരിത് തീരുമാനിച്ചു കാണും. അതിനും എത്രയോ നാളുകൾക്ക് മുൻപ് അവർ സ്നേഹിച്ചു തുടങ്ങിക്കാണും. അപ്പോഴൊക്കെ നീ ഈ മുറിയിൽ അവനെ ഓർത്ത് സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു. മോളെ, അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് വന്നാലും നീ അവനെ കെട്ടുള്ളൂ എന്ന ശക്തമായ തീരുമാനം എടുത്തതുപോലെ നിന്നെ ചതിച്ച് അവനെ വേണ്ടെന്നുള്ള തീരുമാനവും നീ എടുക്കേണ്ട സമയം ഇത്. നിനക്കറിയാലോ, എന്റെ മനസ്സിൽ തോന്നുന്ന എന്ത് ഞാൻ എവിടെയും പറയും. മുന്നിൽ നിൽക്കുന്നവരുടെ മനസ്സ് വേദനിക്കുന്നു എന്നറിഞ്ഞാലും ഞാൻ പറഞ്ഞു അടങ്ങും. ഈ വീട്ടിൽ ഇതുവരെ ആരും നിന്നോട് ഇതേപ്പറ്റി ചോദിക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല, ഇനി വരികയില്ല. കാരണം നിന്നെപ്പോലെ തന്നെ വിഷമിക്കുന്നുണ്ട് അവരും. മറ്റൊരു വിവാഹത്തിന് നിന്നെ നിർബന്ധിക്കുമ്പോഴും അവരും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു സന്ദീപ് അവന്റെ അച്ഛന്റെ അനുവാദം വാങ്ങി വരണോന്ന്. നീ ഈ മുറിയിൽ അടച്ചിരിക്കുന്ന പോലെ ഈ വീടിന്റെ ഓരോ മുറിയിലും ഇങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട് എല്ലാവരും. അതിൽ ഏറ്റവും വിഷമം അനൂപേട്ടന്. എന്നെ സ്നേഹിക്കുന്നതിന്റെ 10 ഇരട്ടി സഹോദരിമാരെ സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യൻ. ഞാൻ എപ്പോഴും വഴക്ക് കൂടുന്നതും ആ ഒറ്റ കാരണം കൊണ്ട്. അനൂപേട്ടന്റെ മനസ്സ് നേറുന്നത് എനിക്കറിയാം. അത് മറ്റാരും അറിയാതിരിക്കാനാ ദേഷ്യം കാണിക്കുന്നത്. നീ ആലോചിച്ച് നോക്ക്, നീ കാരണം മറ്റുള്ളവരുടെ സമാധാനം കൂടി കളയണോന്ന്. ഞാൻ പറഞ്ഞതും നീ കേട്ടതുമെല്ലാം മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും നിന്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും നീ മനസ്സിലാക്കാതെ മറന്നു കളയരുത്. നീ തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഹലോ ആന്റി, ഞാൻ ഗംഗയാ. ഹലോ ഗംഗേ, അവിടുന്ന് ഒരു വിവരം അറിയാതെ ഞങ്ങൾ എല്ലാവരും വലിയ ടെൻഷനിലാ. എന്താ എന്താ അവിടെ സംഭവിച്ചത്? അത് വലിയൊരു അപകടം സംഭവിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ആന്റി, മഹിയേട്ടൻ. അയ്യോ, മഹിക്ക് എന്ത് പറ്റി? മഹിക്ക് എന്താ പറ്റിയത്? ആന്റി, നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? ആ ശരി, ഞാൻ ഉടനെ വരാം. ശരി ആന്റി. രാഹുൽ, ശ്രേയ, ആന്റി, എന്താ ആന്റി, എന്താ പറ്റിയ? കുട്ടികളെ രക്ഷിക്കുന്നതിനിടയിൽ മഹിക്ക് പരിക്ക് പറ്റി ആശുപത്രിയിലാണെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. അതെങ്ങനെയാ മഹിയേട്ടന് പരിക്ക് പറ്റിയ? വണ്ടിയിലുണ്ടായിരുന്നത് ഗംഗയും മാളും രേഷ്മയല്ലേ? അതെ, പക്ഷെ വണ്ടി ഒരു താഴ്ചയിലേക്ക് മറിയുന്ന അവസ്ഥയിലേക്ക് നിന്നുപോയി. ആ സമയം അവരെല്ലാവരും ചേർന്ന് കുട്ടികളെ രക്ഷിക്കുമ്പോഴാ മഹിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞത്. അപകടം എന്ന് പറഞ്ഞാ വലിയ രീതിയിൽ മഹിയേട്ടന് പരിക്ക് പറ്റിയോ? ഗംഗയെ വിളിച്ചത്, അവള് കരയാ. അപകടത്തിന്റെ ഡീറ്റെയിൽസും മഹിയുടെ കാര്യവും കൃത്യമായി അറിയണമെങ്കിൽ അവിടെ ചെന്നിട്ടേ കാര്യമുള്ളൂ. എന്നാലും മഹിയേട്ടന് എങ്ങനെ അപകടം പറ്റിയെന്നാ മനസ്സിലാവാത്തത്? ഗംഗയല്ലേ പറഞ്ഞത്, ചെന്ന് കണ്ടാലേ സത്യം അറിയൂ. അതെ, മഹിയേട്ടന്റെ കൈയൊന്നും മുറിഞ്ഞാ പോലും
ഗംഗ അത് ഓവറായിട്ടേ പറയുള്ളൂ. അത് ഗംഗയ്ക്ക് മഹിയേട്ടനോടുള്ള സ്നേഹ കൂടുതലുണ്ട്. അതൊന്നുമല്ല, അവള് വെറുതെ എല്ലാവരുടെയും മുന്നിൽ ആളാവാൻ ഷോ കാണിക്കുന്നതാ. ഈ പ്രശ്നം എല്ലാം ഉണ്ടാവാൻ കാരണക്കാരി അവൾ ഒരുത്തിയ. അല്ലെങ്കിൽ ഇതെല്ലാം ഏതോ ഒരു വാർത്ത കാണുന്ന ലാഘവത്തില് നമ്മൾ കണ്ടു തീർക്കേണ്ട കാര്യം മാത്രമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞതാ ഈ പരിപാടിക്ക് പോണ്ടാന്ന്. അപ്പൊ അവൾക്കായിരുന്നു പോയേ തീരുന്ന് വാശി. അതിനിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരെങ്ങനെ അറിയാനാ? ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ ശകുനപ്പിഴകളുടെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് മതിയല്ലോ പോകരുതെന്ന് മനസ്സിലാക്കാൻ. എന്താ എന്താ എല്ലാരും വലിയ ടെൻഷനില്? മഹിയേട്ടന് അപകടം പറ്റി ആശുപത്രിയിലാണെന്നമ്മേ. അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്താ ആശുപത്രിയിൽ പോകാതെ നിൽക്കുന്നേ? ഞങ്ങൾ ഇറങ്ങുക. എന്നാ ഞാനും വരാം. നാത്തൂന് ഇവിടെ നിക്ക. ഞാനും ശ്രേയയും വിശ്വട്ടിനും കൂടി പോവാം. ചെന്നിട്ട് ഞങ്ങൾ എന്താ അവസ്ഥയെന്ന് വിളിച്ചു പറയാം. എന്തായാലും ഇനി താമസിക്കണ്ട, നിങ്ങൾ ഇറങ്ങ. ഞാൻ അച്ഛനെ വിളിച്ചു പറയാം. ശരി. മഹിയുടെ പരിക്ക് വലുതാണെങ്കിൽ അവൻ ഇതോടെ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ശല്യം വലിയ പ്രയാസമൊന്നുമില്ലാതെ അങ്ങ് തീർന്നേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത്രയും കുഞ്ഞുങ്ങളെയും മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീ മഹേശ്വരൻ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതാവും. അല്ലാതെ ഞാൻ എങ്ങനെയാ വണ്ടി ഓടിച്ചെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും അവരെല്ലാരെയും രക്ഷിക്കാൻ സാധിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. എന്നെ പറഞ്ഞതുപോലെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതിയാൽ മതി. അത്തരം ഒരു സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ഡ്രൈവർ തളർന്നു വീണപ്പോ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എനിക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലെങ്കിലും ഗംഗ മനസ്സിന്റെ ധൈര്യം കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. എല്ലാരെയും രക്ഷിച്ചു. ഇത്രയൊക്കെ ചെയ്തു വെച്ചവൻ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അവനങ്ങനെ എന്നേക്കുമായി രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. അവനെ പോലീസ് പൊക്കിയിരിക്കും. കേരള പോലീസിന്റെ പവറിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും ആർക്കും അങ്ങനെ സംശയമൊന്നും വേണ്ട. ഗംഗ, ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്ത് നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? ഇനി ഇവിടെ നിന്ന് വയ്യായിക കൂട്ടണ്ട. എന്റെ ഒപ്പം പോരും, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. മഹിയേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ വരാനാ? ഞാൻ വരുന്നില്ല. മഹിയെ നോക്കാൻ ഇവിടെ ഇത്രയും പേരുണ്ട്. പോരാത്തതിന് ഡോക്ടേഴ്സും സിസ്റ്റർമാരും ഉണ്ട്. ഇവിടെ വെറുതെ നിന്നതുകൊണ്ട് ക്ഷീണം കൂട്ടാന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്ന ഗംഗ അനുസരിക്ക്. എന്റെ ഒപ്പം വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഗംഗ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും നിങ്ങൾ നിർബന്ധിക്കുന്നത്? നിങ്ങൾക്ക് പോണെങ്കിൽ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ഗംഗ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ ഗംഗയുടെ നന്മയ്ക്ക് വേണ്ടിയാ മോളെ. എനിക്ക് ക്ഷീണമോ വയ്യായികയോ ഒന്നുമില്ല. മഹിയേട്ടൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ. മഹിയേട്ടൻ വരാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. നകുൽ ഇനി ഗംഗയെ നിർബന്ധിക്കണ്ട. ഗംഗ ഇവിടെ തന്നെ നിന്നോട്ടെ. അതെ, വീട്ടിലെല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. ഈ സമയത്ത് അങ്ങോട്ട് ചെന്നാൽ അവിടെ ആരും ഉണ്ടാകാൻ പോകുന്നില്ല. ആ, എന്നാ ഞാൻ മാളുവിനെ വീട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾക്ക് പോണമെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും കൊണ്ടേ പോകുന്ന നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഗംഗ ഞാനും അച്ഛനില്ലാതെ എങ്ങോട്ടും വരില്ല. എല്ലാരും ഇപ്പൊ ഇവിടേക്ക് വരുമല്ലോ. മാളു ഇവിടെ തന്നെ നിന്നോട്ടെ. മാളു എല്ലാം കണ്ട് ഭയന്നിട്ടുണ്ടാവില്ലേ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ കൂടെ ഗംഗയുണ്ടായിരുന്നു. എന്നെ രക്ഷിക്കാൻ അച്ഛനും കൃത്യസമയത്ത് അവിടെ വന്നു. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? ഗംഗ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയും ഇല്ല. എന്നാലും ഈ കുഞ്ഞുങ്ങൾ കയറുന്ന ബസ്സിൽ ബോംബ് വെക്കാൻ ഇവർക്ക് മനസ്സ് വന്നത് എങ്ങനെയാന്നാ? തീവ്രവാദിയായാലും എന്ത് വാദിയായാലും ഇവനൊക്കെ കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ടേ? ഒന്നും ഉണ്ടാകില്ല വക്കീലെ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഓ, ഒരു നിമിഷം ഞാൻ എന്റെ രേഷ്മ വരെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. ആ ബസ് നിന്ന് അതിൽ നിന്ന് ഇവര് തിരിച്ചിറങ്ങി വരുന്നത് കണ്ടപ്പോഴാ എന്റെ ശ്വാസം എനിക്ക് തിരിച്ചു കിട്ടിയേ. ഗംഗയും മഹിയും ചേർന്ന്
ആ കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷിച്ചു. അവസാനം എന്തോ സംഭവിച്ച് മഹിക്ക് അപകടം ഉണ്ടായി. ഇത് ചെയ്തത് ആരായാലും അവനൊക്കെ പുഴുത്തെ ചാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നേ. അല്ല, ലക്ഷ്മി സ്വാതിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഞാൻ പോകാൻ റെഡിയാവുക. അപ്പോ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ സഞ്ജു. ഹലോ സ്വാതി. ലക്ഷ്യ സ്വാതിക്ക് ശല്യമായി തുടങ്ങി. അതാ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. ഈ പ്രശ്നം എങ്ങനെയൊന്ന് പരിഹരിക്കാം. ജീവിതമാണ്, ഒരു ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ. ചായ ഇപ്പൊ വേണോ? വേണ്ട. ശ്രീകുട്ടി, മോളെന്താ ഈ പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോവാ. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ, നീ ഈ സമയത്ത് ഇത് ചെയ്യരുത്. സഞ്ജുവിനത് താങ്ങാനാവില്ല. സഞ്ജുവിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നേ. അതിന്റെ കാര്യമൊന്നുമില്ല മോളെ. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതില് ഞങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല. എന്നിട്ട് നീ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് സഞ്ജുവാ. ചേച്ചി എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ? ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കും സന്തോഷം. മറ്റുള്ളവരെ എത്ര കാലം സന്തോഷിപ്പിക്കാൻ പറ്റില്ലച്ചോ. കോമാളി വേഷം കെട്ടി മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരും ആരും കാണാതെ പൊട്ടിക്കരയാറുണ്ട്. എന്തിന് സഞ്ജു വരട്ടെ, എന്നിട്ട് നീ പോയാ മതി. ഞാൻ തിരിച്ചു വരാൻ തന്നെ മുത്തശ്ശ പോകുന്നേ. സഞ്ജു വരട്ടെ മോളെ. നിനക്ക് വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അതല്ലേ മോളെ ശരി? ശരി തെറ്റുകൾക്കൊന്നും ഇപ്പൊ ഒരു സ്ഥാനം ഇല്ലാതായില്ലേ. കുറച്ചു ദിവസം എനിക്കൊന്ന് മാറി നിന്നേ പറ്റൂ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ. വൈകാതെ തിരിച്ചു വരണേ മോളെ. വരാം മുത്തശ്ശി. അമ്മ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉദ്ഘാടനം ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ ഇന്ന് ഈ ഉദ്ഘാടന ദിവസം തന്നെ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു സ്ഥിതി പ്ലാന്റിലുണ്ടായേനെ. എന്താ വിശാൽ സർ, എന്താ അവിടെ ഉണ്ടായത്? അത് പറയാൻ തന്നെ എനിക്ക് വിഷമവും ടെൻഷനും ഉണ്ട്. വലിയൊരു ആപത്താ ഒഴിഞ്ഞു പോയത്. ആപത്ത് ഒഴിഞ്ഞു പോയല്ലോ, പിന്നെ എന്താ പറഞ്ഞാല്? അവിടെ എന്താ സംഭവിച്ചത്? ഒരാള്, തൊഴിലാളിയുടെ വേഷം ധരിച്ച ഒരാള് നിന്നെ കൊല്ലാൻ നോക്കിയിരുന്നു പാർവതി. വിശാൽ സർ, എന്തോ ഭാഗ്യത്തിന് കമ്പനി സെക്രട്ടറി
എന്നോട് അവിടെ വരാൻ പറഞ്ഞതുകൊണ്ട് തക്ക സമയത്തിന് ഞാൻ അവിടെ എത്തി. അതുകൊണ്ട് അയാളെ പിടികൂടാനും നിന്നെ രക്ഷിക്കാനും എനിക്ക് സാധിച്ചത്. ഓഹോ, അപ്പൊ ഇവൻ കാരണമാണ് ഞങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. ഇവൻ എന്തിനാ കമ്പനി സെക്രട്ടറി അവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഇവൻ അവിടെ എത്താതിരുന്നെങ്കിൽ ഇവളിപ്പം ചത്ത് തൊലഞ്ഞേനെ. ആരായിരിക്കും സാർ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അയാൾ എന്തിനു വേണ്ടി എന്നെ കൊല്ലണം? അതിന് മാത്രം ഞാൻ അയാൾക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? അയാൾ ആരാണെന്നോ അയാൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ കാരണം എന്താണെന്നോ എനിക്കും അറിയില്ല. അതൊന്നും അറിയാൻ സാധിച്ചില്ല. അയാൾ നിന്റെ കയ്യിൽ കിട്ടിയതല്ലേ? എന്നിട്ടും അയാൾ ആരാണെന്നോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്നോ നിനക്ക് എന്തുകൊണ്ട് അറിയാൻ സാധിച്ചില്ല? നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അയാളെ പിടികൂടിയെന്നേ ഉള്ളൂ. എന്തെങ്കിലും ചോദിച്ചറിയുന്നതിന് മുമ്പേ അയാൾ എൻ്റെ കൈകളിൽ നിന്ന് വഴുതി രക്ഷപ്പെട്ടു. കഷ്ടായി പോയല്ലോ. അപ്പൊ ഇനി അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? എടാ മോനെ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. അവരവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അത് കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. നീ എങ്ങനെയാ വിശാലെ അന്വേഷിക്കാൻ പോകുന്നേ? അമ്മേ, പാർവതിയെ കൊല്ലാമെന്ന ആളുടെ മൊബൈൽ ഫോണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ അയാളുടെ മൊബൈൽ ഫോൺ. ഇതിന്റെ അകത്തു നിന്നും അവന്റെ കോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഈ ഇൻസിഡന്റിന് മുമ്പ് അവൻ സംസാരിച്ച ആളുകളുടെ ഫോൺ നമ്പർ കിട്ടും. ഏതായാലും അവൻ വാടക കൊലയാളിയാണെന്നുള്ള കാര്യം ഉറപ്പാ. അവനുമായി സംസാരിച്ചവരുടെ നമ്പർ ട്രേസ് ഔട്ട് ചെയ്താൽ ആരാണ് അവനെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് അറിയാനും ആവും. പാർവതി, നീ സമാധാനിക്ക്. നിന്നെ കൊല്ലാൻ അണിയറ നീക്കം നടത്തുന്നവരാരായാലും അവരെ ഞാൻ കണ്ടെത്തും. അവരാരായാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കില്ലറെ ഏർപ്പാടാക്കിയത് ജാസ്മിന്റെ കെയർ ഓഫിലല്ലേ? അവളുടെ സുഹൃത്ത് വഴിയല്ലേ കില്ലറെ അറേഞ്ച് ചെയ്തത്? അതെ, ജാസ്മിൻ അവളുടെ ഫ്രണ്ട് വഴി അത് ചെയ്തേ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? ആ കൊലയാളിയുമായിട്ട് ഞാനോ നീയോ ഫോണിൽ സംസാരിച്ചിട്ടില്ല, ഉണ്ടോ? സംസാരിച്ചത് മുഴുവൻ ജാസ്മിന്റെ ഫ്രണ്ടും. എടാ, അതുകൊണ്ട് വിശാൽ ആ ഫോണിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാലും പിടിക്കപ്പെടുന്നത് ജാസ്മിന്റെ സുഹൃത്തായിരിക്കില്ലേ? വിശാല് ജാസ്മിന്റെ സുഹൃത്തിനെ പിടികൂടട്ടെ. അയാളെ പിടികൂടിയാലും അയാൾക്ക് നമ്മളെ അറിയില്ലല്ലോ. അയാളെ ചോദ്യം ചെയ്താ പറയാൻ പോകുന്നതോ ജാസ്മിന്റെ പേരും. നമ്മുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് എവിടെയും വരില്ല. അതുകൊണ്ട് നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ്ടേ മോനെ. അത് ശരിയാണല്ലോ. ഇപ്പോഴെനിക്ക് സമാധാനമായത്. വെറുതെ ടെൻഷൻ അടിച്ചു. പ്രതാപ, എന്ത് ക്രൈമും നമുക്ക് ചെയ്യാം, പക്ഷേ തെളിവുകൾ അത് അവശേഷിപ്പിക്കരുത്. പ്രഭാവതി ഇന്നുവരെ ചെയ്ത ഒരു ചതിക്കും ഒരു തെളിവുകളുമില്ല. ഇനി അതുണ്ടാവുകയുമില്ല.
കൃത്യസമയത്ത് ഞാൻ അയാളെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പാർവതി? വേണ്ട, ഇനി അതൊന്നും ചിന്തിക്കണ്ട. ഏതായാലും രക്ഷപ്പെട്ട് ഓടിയ അവനെ ഞാൻ വെറുതെ വിടില്ല. അവനൊരു വാടക കൊലയാളിയാ, അതുറപ്പാ. പാർവതിയെ കൊല്ലാൻ വേണ്ടി അവൻ അയച്ചത് ആരാ? പാർവതിയുടെ ശത്രു. അത് പാർവതിയുടെ ശത്രുവായിരിക്കോ അതോ എന്റെ ശത്രുവാണോ? പാർവതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എനിക്കത് വിഷമാവുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്? എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശത്രു ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ ദേവകി പൂമുഖത്ത് തന്നെ ഉണ്ടാവുന്നതാണല്ലോ. ഇന്ന് നിലവിളക്കം കത്തിച്ചിട്ടില്ല. ദേവകി ഇതോടെ പോയി. അച്ഛാ, അമ്മ എവിടെ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. അല്ല, അമ്മ ഇതെവിടെ പോനെ മോനെ? ഫോണകത്ത് മേശപ്പുറത്തിരിക്കുക അച്ഛാ. അമ്മ അതും എടുത്തിട്ടില്ല. ദേവകി അങ്ങനെ പറയാതെങ്ങും പോവാറില്ലല്ലോ. ഇതെന്ത് പറ്റി? എനിക്ക് പേടിയാവുന്ന അച്ഛാ. മോനെ ജയന്തി എന്തി? അവളും ഇവിടെ ഇല്ലേ? ഏട്ടത്തെയും കണ്ടില്ല. എന്നാ പിന്നെ രണ്ടാളും കൂടെ അത്യാവശ്യമായിട്ട് എങ്ങോട്ടെല്ലാം പോയതായിരിക്കും മോനെ. അല്ലെ, ഈ വാതിലെല്ലാം തുറന്നിട്ടിട്ട് അങ്ങോട്ട് പോയതാ. അച്ഛാ, ജയന്തി എടുത്തിട്ട് ഫോണിലൊന്ന് വിളിച്ചു നോക്കിയാലോ? അപ്പൊ അറിയാം. മോനാ ഫോണിങ് എടുത്തേ, അച്ഛൻ വിളിക്കാം. അല്ല, അച്ഛനും അപ്പും ഒക്കെ വന്നോ? യോ, നേരെ ഇരുട്ടിയല്ലോ. നിലവിളക്കും കൊളുത്തിയിട്ടില്ല. അപ്പോ മോൾ ഉറക്കമായിരുന്നു? അതെ അച്ഛാ. വല്ലാത്ത തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. ഞാനൊന്ന് കിടന്നു, ഉറങ്ങിപ്പോയി. അല്ല, ഇവിടെ ശബ്ദം കേട്ടപ്പോഴാ ഉണർന്നെ. അല്ല, ദേവകി എന്തിയേ? അയ്യോ, അമ്മ ഇവിടെ ഇല്ലേ? എന്നോടാണ് ചോദിക്കുന്നേ? ഞാൻ കരുതി തിരിച്ചു വന്നിട്ടുണ്ടാവൂന്ന്. അതിന് ദേവകി എവിടെ പോയതാ? അതച്ഛാ, ഞാൻ ഉറങ്ങുന്നതിനൊക്കെ മുൻപാ ഒരു സഞ്ചിയും പേഴ്സും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന കണ്ടു. പുറത്തേക്ക് പോയെന്നോ? എവിടെ പോവാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പ പറഞ്ഞു, നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നില്ലേ ആ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോവാന്നാ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിലോ? എന്തിനു പോയതാ? അച്ഛൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. സാധനങ്ങളെല്ലാം തീർന്നു, വാങ്ങിയിട്ട് വരാന്നും പറഞ്ഞാ പോയത്. ഞാൻ പറഞ്ഞിട്ടോ? അതൊന്നും എനിക്കറിയില്ല. അമ്മ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ല, നല്ല തലവേദന ആയിരുന്നുണ്ടേ എന്താ ഏതാ പറഞ്ഞെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. അല്ല, എന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ? അയ്യോ, വന്നില്ലേ? അതുകൊള്ളാലോ. അമ്മ ഇത് എവിടെ കറങ്ങാൻ പോയതാ? എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലോ അച്ഛാ? മോൻ ഇവിടെ നിൽക്കേ, അച്ഛൻ നോക്കിയിട്ട് വരാം. ഇവിടെ ഏട്ടത്തെ തനിച്ചാണല്ലോ. മോൻ വിഷമിക്കണ്ട, ഞാൻ അമ്മയെ കൂട്ടിട്ട് വരാം. എന്നാലും അമ്മ ഇത് എവിടെ പോയതാ? നിന്റെ അമ്മ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാണും. നാളെ കോടതി, പിന്നെ ജയില്. അവൻ തള്ള എന്നോട് ഒരുപാട് പോരെടുത്തു. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, ശ്യാമയ്ക്ക് എന്താ പറ്റിയെന്ന് ഇവർക്കറിയാം. മാറ്റി നിർത്തിയൊന്ന് സംസാരിച്ചാ സത്യം പറയും.
പറയിപ്പിക്കാൻ എനിക്കറിയാം. അവർക്കറിയാമെന്ന് തോന്നുന്നില്ല. പിന്നെ ശ്യാം ഇത് എവിടെ പോയതാ? ഞാനും മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുകയാണ്. പുള്ളി ടെൻഷനാ. നീ സമാധാനമായിട്ടിരിക്കും, നമുക്ക് നോക്കാം. ഈശ്വര, എന്റെ അമ്മ അവിടെ സെല്ലില്. എന്റെ കൃഷ്ണ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി അഖിൽ സാറിനും അച്ഛനും കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പോവാ. ഇതിനേക്കാളും അങ്ങ് അവസാനിച്ചെങ്കിൽ ഭാഗ്യമായെന്ന്. അരുന്ധതി, വിസ്മയ ലാസ്റ്റ് പാടിയ പാട്ടെ വളരെ നന്നായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇവിടെ എല്ലാരും മോളുടെ ഫാനാ കേട്ടോ. സന്തോഷം. ഐശ്വര്യ, മോൾക്കൊന്ന് ഫ്രഷ് ആവണം. ഇവിടെ ഗസ്റ്റ് റൂം എവിടെയാ? മോളില്. മാഡം, ഒരു മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ വരാം. ഐശ്വര്യ, ആ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു. ശരി, ചെല്ലു മോളെ. ഇതാണ് ഗസ്റ്റ് റൂം. താങ്ക് യു. ഇനി ഐശ്വര്യ പൊയ്ക്കോ, മോൾ ഇപ്പൊ റെഡി ആയിട്ട് എത്തും. സാരില്ല, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ റൂമിലേക്ക് വരാം. അയ്യോ, അത് വേണ്ട. അവിടെ റിച്ച് ആയ പല ഗസ്റ്റും വരുന്നതല്ലേ. ഐശ്വര്യ അവിടെ വേണം. അവരെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഐശ്വര്യക്ക് അമ്മെടുക്ക്. അതെനിക്കറിയാം. അത് ശരിയാ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അതാ പറഞ്ഞത്. ഐശ്വര്യ ചെല്ല്. എന്നാ ശരി. രക്ഷപ്പെട്ടു. വേഗം വാ. നിന്റെ അമ്മേ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഞാൻ ഇപ്പോഴും ജയേഷിനെ വിളിച്ചിരുന്നു. നീ പേടിക്കണ്ട, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങും. നീ വിസ്മയ്ക്ക് വേണ്ടി പാടിക്കഴിഞ്ഞ ആ നിമിഷം നിന്റെ അമ്മയെ റിലീസ് ചെയ്യാൻ ഞാൻ SIയെ വിളിച്ച് പറയും. ഞങ്ങളെ ചതിക്കാനാ ഭാവമെങ്കിൽ അറിയാലോ. മമ്മി പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. SI ജയേഷ് ഇപ്പോഴും സ്റ്റേഷനിലുണ്ട്. നിന്റെ അമ്മയെ സെല്ലില് കെട്ടിത്തൂക്കൂന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. വാമോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും. സത്യമാണോ? നീ പറഞ്ഞ സത്യമാണോ? സത്യം. പക്ഷേ ഒന്നും അറിയിക്കാതിരിക്കാൻ ഞങ്ങൾ വെട്ടിയ അംഗം കുറച്ച് കടുപ്പോ. അത് കേക്ക് ആദ്യം എന്താണെന്ന്. അച്ഛനും അമ്മ എത്തിയിട്ടുണ്ട്. എന്റെ ഭഗവാനെ, നീ തന്നെ കാത്തു എല്ലാരെയും. വെറുതെ അങ്ങനെ ഭഗവാനെ മാത്രം വിളിക്കണ്ട. ഒന്നും അറിയാതെ അവരിവിടുന്ന് പോയതിന്റെ 99% ക്രെഡിറ്റും എനിക്കാ. അതുകൊണ്ട് പൊന്നാട, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ,
എന്നിവ നൽകി നിങ്ങൾ എന്നെ വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ, ഈ പറഞ്ഞതൊന്നും ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഐസിട്ട് നല്ല തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു തരാം. വാ ഇങ്ങോട്ട്. ജ്യൂസോ? ദാ വന്നു. ആ അഞ്ജലി, ഒരു നിമിഷം. പോരാ നേരം നമുക്ക് നമ്മുടെ ഫീസ് കിട്ടിയ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇതാണ്. ഇത് തനിക്കുള്ളത്. എന്താ ഇത്? ഈ ഇവന്റിലെ പ്രോഫിറ്റ്. ഇതിൽ പകുതി എന്റെ ഈക്വൽ പാർട്ട്ണറിനുള്ളത്. അതിന് പ്രസാദേട്ടന് ഇപ്പൊ എനിക്ക് പണം തന്നു തീർക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കണക്ക് കണക്കായിരിക്കണം, പ്രത്യേകിച്ചും അന്യരായ നമ്മൾ തമ്മിൽ. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നമ്മൾ പിരിയുമ്പോ ഒരാൾക്ക് കൂടിപ്പോയെന്നോ ഒരാൾക്ക് കുറഞ്ഞു പോയെന്നോ ആർക്കും വിഷമം തോന്നരുത്. അത്ര തന്നെ. നമ്മൾ തമ്മിലുള്ള പണത്തിന്റെ കടം വീട്ടൽ അല്ലേ? തീർച്ചയായും. അല്ലാതെ വേറെന്താ? ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ നമ്മള്. പണത്തിന്റെ കടമല്ലാതെ വേറൊരു കടവില്ല. പ്രണയത്തിന്റെയോ കടമയുടെയോ കടപ്പാടിന്റെയോ ഒന്നും. എന്താ, ശരിയല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇത് വാങ്ങ. ഓക്കെ, ഇനി വാ, തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാം നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചോദിക്കാതെയും പറയാതെയും ഇറങ്ങി പോകുന്നവരുടെ പിന്നാലെ ചൂട്ടുകറ്റയും വീശി പോകലല്ല നമ്മുടെ ജോലിയെന്ന് പറഞ്ഞു കൊടുക്കണം മണിച്ചാ. അത് പിന്നെ അതിനെന്തിനാടാ മണിച്ചന്റെ നാവ് നീ കടം ചോദിക്കുന്നത്? നീ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞാ മതിയല്ലോ. അതിനെനിക്ക് മടിയൊന്നുമില്ല. ജന്മം നൽകിയ സ്ത്രീയാണല്ലോ എന്ന പരിഗണനയാണെന്ന് കരുതിയാ മതി. ഓ, സന്തോഷം. ഞാൻ നിന്നെ പ്രസവിച്ചാണെന്നെങ്കിലും സമ്മതിച്ചല്ലോ. മഹാഭാഗ്യം. പണ്ടൊക്കെ ചില നേരത്തെ നിന്റെ പ്രവൃത്തികൾ കണ്ട തനിയെ മുട്ട വിരിഞ്ഞുണ്ടായതാണെന്നാ തോന്നിയിരുന്നെ. ഓ, ആയിക്കോട്ടെ. ഇപ്പൊ അങ്ങനെ അല്ലാന്ന് മനസ്സിലായല്ലോ. അല്ല, നീ എന്താടാ കൂടെ വന്നത്? മേലാൽ എന്റെ കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ. സാറേ, അത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ വേലയനെ. മക്കളെ തിരിഞ്ഞു നോക്കാത്തടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനെങ്കിലും ഒരു കൂട്ട് വേണ്ടേ? വഴിയിൽ ഞാൻ കുഴഞ്ഞു വീണ എടുത്ത് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോവാനെങ്കിലും ആരോഗ്യമുള്ള ഒരുത്തനെങ്കിലും കൂടെ വേണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയടാ, എനിക്കറിയാം നിനക്കിപ്പോ ഈ അമ്മ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ പണ്ട് അണുവിടം മാറാത്തവനായിരുന്നു നീ. പക്ഷേ ഇപ്പോ നിന്റെ തലയ്ക്കകത്തും മനസ്സിലും ആ നശിച്ചവള് മാത്രം ഉള്ളത്. ആ രാധ മാത്രം. അവളുടെ പുറകെ നടന്ന് നീ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്നാ ഞാനതങ്ങ് സഹിച്ചു. ഏതായാലും തിരിച്ചു വന്നതിലും കണ്ടതിലും സന്തോഷം. ഇനി വേഗം വന്ന വഴിക്ക് വണ്ടി തിരിച്ചുവിടാനായിട്ട് നോക്ക്. പെട്ടെന്നായിക്കോട്ടെ. അങ്ങനെ സുഖവിവരം അന്വേഷിച്ച് തിരിച്ചു പോകാൻ വന്നതല്ല ഞാൻ. പിന്നെ ഇവിടെ കയറി കൂടിയിരിക്കാനാണോ ഭാവം? അങ്ങനെ തന്നെയാ. സ്വന്തം വീടുള്ളപ്പോ ഞാനെന്തിനാ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? ഞാൻ ഇന്നു മുതൽ വീണ്ടും ഇവിടെ തന്നെ കാണും. അത് തീർച്ചയാ.
അമ്മയെ ഒഴിവാക്കി ആരും ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ടെന്നും എന്തും ചെയ്തു കൂട്ടാന്ന് വിചാരിക്കണ്ടെന്നും ചുരുക്കം. ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട. ഒഴിവാക്കണമെന്നും മേഘൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയിരിക്കും. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എനിക്കെന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോവും ഞാൻ. എന്നെ നിയന്ത്രിക്കാനോ എനിക്കും രാധയ്ക്കും ഇടയിൽ കയറി നിൽക്കാനോ വരില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പടി കയറി വരാം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്ര തന്നെ. നടക്കില്ല മേഘനാഥ, സമ്മതിക്കില്ല ഞാൻ. ഒരു പെണ്ണിന്റെ അടിമയായി ഭ്രാന്ത് പിടിച്ച് നടക്കാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെയായി ഈ മടങ്ങിവരവ്, രാധയെ ഇല്ലാതാക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയറാമിന്റെയും മാധുരിയുടെയും പ്രവൃത്തിക്ക് യാതൊരു ന്യായീകരണവുമില്ല. എത്ര മനസ്സുകൾ കീറി നോവിച്ചാണ് അവർ ആ ഒരു കാര്യം ചെയ്തത്. നന്ദിനിയുടെ ഒരു കൊലപാതകമല്ലേ വാസ്തവത്തിൽ അവർ നടത്തിയത്? പറഞ്ഞു പറഞ്ഞു മടുത്ത വിഷയ മുത്തശ്ശ. എനിക്കതിപ്പോഴും പുതിയ വിഷയമാണ്. 2 കുടുംബങ്ങളാ അവർ തകർത്ത് കളഞ്ഞത്. മാതാപിതാക്കളുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. പോട്ടെ, മറക്കാൻ എത്ര ശ്രമിച്ചാലും ആ ഓർമ്മകൾ തികട്ടി തികട്ടി വരും. മാധുരിയുടെ മരണം പോലും ജയറാം എന്നെ അറിയിച്ചില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഞാൻ പിന്നെ പോലീസ് ആയതുകൊണ്ട് വിവരം പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. പക്ഷേ ആരോടും പറഞ്ഞില്ല. ഞാൻ പറയാൻ ഒരുമ്പെട്ട കാര്യം മറ്റൊന്നായിരുന്നു. മാധുരി മരിച്ചത് വസുപഞ്ചക ദോഷത്തിലാ. വസുപഞ്ചകത്തിൽ മരിച്ചാൽ ആ മരിച്ചവരുടെ കുടുംബത്തിൽ തുടരെ തുടരെ 5 മരണങ്ങൾ നടക്കുമെന്ന ജ്യോതിഷവിധി. അതിനെന്താ പ്രതിവിധി ചെയ്യേണ്ടത് അച്ഛാ? 2 കുടുംബങ്ങളിലും അതിന്റെ ദോഷം സംഭവിച്ചേക്കാം. പക്ഷേ പരിഹാര കർമ്മങ്ങളുണ്ട്, അത് ചെയ്യണം. 18 വർഷങ്ങൾ ഞാൻ എന്റെ മകളെ അന്വേഷിച്ചിട്ടില്ല. അവൾ എന്നെ തിരക്കിയതുമില്ല. സ്നേഹിച്ചു വളർത്തിയ ഒരച്ഛന് മകൾ കൊടുത്ത പാരിതോഷികമാണത്. അവളെക്കുറിച്ച് എന്നെ അറിയിച്ചിട്ടുമില്ല. ഇപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാ 10-17 വയസ്സുള്ള എന്റെ കൊച്ചുമകളെ ഞാൻ കാണുന്നത്. മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് ഓരോന്ന് വേട്ടയാടുന്നത് അല്ലേ? ചെറുവിരലിൽ തൂങ്ങി നടക്കുന്ന കൊച്ചുമക്കളുമായി മുറ്റത്തും പറമ്പത്തും കറങ്ങി നടക്കുന്ന ഒരു മുത്തച്ഛന്റെ സ്വപ്നം. പേരക്കുട്ടികൾക്ക് പ്രകൃതിയും പൂക്കളും കാണിച്ചു കൊടുത്ത് അവർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തണമെന്ന സങ്കല്പം. വിചാരിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുന്നതാണല്ലോ നമ്മൾ വിധി വിളയാട്ടമെന്നൊക്കെ പറയുന്നത്. ഇതും അതുതന്നെ. ഇന്ദ്രജ ഇന്ന് എത്തും. അവൾ വരുമ്പോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്റെ മാധുരി ഈ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കും പോലെ ഇവിടെ മൊത്തം എന്റെ
സുഗന്ധമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ നിന്നെ സ്വീകരിക്കാൻ മറ്റൊരാളുണ്ട്. നന്ദിനി, ഇവളെന്താ ഈ വീട്ടില്? ഞാൻ തിരക്കി നടക്കുന്ന എന്റെ ആജന്മ ശത്രുക്കളിൽ പ്രധാനി എന്റെ കുടുംബത്തിലോ? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. നീ ആരടി? ആരതി ഒഴിഞ്ഞ് എന്നെ സ്വീകരിക്കാൻ? നിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാനല്ല ഞാൻ ദുബായിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നത്. അച്ഛൻ എന്തുദ്ദേശിച്ച ഇവളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയത്? മോളെ, എല്ലാം വിശദമായിട്ട് പറയാം. നീ അകത്തേക്ക് വാ. ഞാൻ അകത്തേക്ക് വരില്ല. ചെകുത്താൻ നിൽക്കുന്നിടത്തേക്ക് ദേവതകള് കേറാറില്ല. മോളെ, നീ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കഥയറിഞ്ഞ് തന്നെയാ ഞാൻ കഥകളി കാണുന്നത്. എന്റെ അനിയത്തിയുടെ മരണം അറിഞ്ഞിട്ട് ഓടി വന്നവളാ ഞാൻ. വന്നു കേറിയപ്പോ എന്റെ വീട്ടില് എന്റെ അനിയത്തിയെ കൊന്നവള്. ഇന്ദ്രജി, മിണ്ടരുത് നീ. എന്റെ അനിയത്തിയെ കൊന്നിട്ട് ചേച്ചിയായ എനിക്ക് അവള് താലവുമായിട്ട് വന്നിരിക്കുന്നു. നീയാണ് എന്റെ മുഖ്യ ശത്രു. നിന്നോട് പകരം വീട്ടാൻ തന്നെയാ ഞാൻ എത്തിയിരിക്കുന്നത്. പകരം വീട്ടിട്ടേ ഞാൻ അടങ്ങൂ, എന്നിട്ടേ ഞാൻ മടങ്ങൂ. എന്റെ വല്യമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ കൊള്ളാല. ഇവരുടെ മുൻപിൽ ഈ നന്ദിനി വിറച്ചു നിൽക്കുക. മാധുരിയുടെ ചേച്ചി ഇന്ദ്രജ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഇവളാരാ? ഇവള് കൊണ്ടുവന്നതാണോ? കൊണ്ടുവന്നത് ഇവളൊക്കെ തന്നെയാ. പേര് മീനാക്ഷി. നിന്റെ അനുജത്തിയുടെ മകളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.